ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും വൈകുന്നേരത്തെ ചായ എല്ലാം കുടിച്ച് ഉഷാറിലുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വൈകുന്നേരത്തെ പരിപാടി എന്തെന്ന് കാണണ്ടേ? വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരേ ഒരു ആശ്വാസം മാത്രമേ ഉള്ളൂ, പാട്ട് കേൾക്കലിനപ്പുറം. അത് നിങ്ങളെ കാണിച്ചു തരണമെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ വീട്ടിൻ്റെ ബാതിലടക്കണം. ബാതിലടച്ചിട്ടെങ്കിൽ അമ്മേൻ്റെ ഒന്ന് വൈക്കിടിട്ടു. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു? ഇതെല്ലാം മറ്റേ നമ്മുടെ നാട്ടിൽ ചവലവാരി പറയും. ചവലവാരീൻ്റെ പണിയാണ് സൗണ്ട്. ഇറ്റിക്ക് എൻ്റെ പാട്ടോടെ തമ്മിക്കില്ല. ഒന്നെടുത്ത് ചവലവാരി, രണ്ടാമത്തെ അക്കരയിലത്തെ നായി, റോണയുണ്ട്, റോണ അത്, പിന്നെ അപ്പുറത്തെ കാലി. ഇത് മൂന്നും ഉണ്ടെങ്കിൽ എന്നെ പാട്ടോടെ തമ്മിക്കില്ല. പാട്ടിൽ എൻ്റെ പാട്ടിനേക്കാളും കൂടി ഇറ്റിങ്ങനെ സൗണ്ട് കേൾക്കും. അതെ, എൻ്റെ വീട് കഴിഞ്ഞിട്ട് ഞാനൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അമ്മീ ഇതായിട്ടാ. അപ്പം ഞാൻ പോയിട്ട് ഇപ്പോൾ ആളാടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അല്ല, എൻ്റെ വൈകുന്നേരം എനിക്ക് സുഖസുന്ദരമാണെങ്കിൽ എനിക്ക് അയാളെ കാണണം. ഇങ്ങനെ ഏകദേശം വീഡിയോയിലും മിന്നി പറഞ്ഞിട്ട് അയാളെ കണ്ടിട്ടുണ്ടാവും. എന്നാലും നമുക്ക് നോക്കാം ആളാടെ ഉണ്ടോ. സത്യം പറഞ്ഞാൽ എനിക്കില്ലേ ഈ വ്ളോഗ് എടുക്കാൻ എനിക്കറിയില്ല. വ്ളോഗിൽ വന്നിട്ട് വർത്തമാനം പറയാൻ എനിക്കറിയില്ല. എല്ലാവരും മറ്റേ മൈക്ക് ഇടലുണ്ടോലും. ഇത് നിങ്ങളുടെ നാട്ടിൽ എന്തി പറയൽ? ഇതിനാ പുല്ലാഞ്ചി ചപ്പിലാന്നല്ലേ? ഇതാണ് നമ്മളെ പുല്ലാഞ്ചി ചപ്പില. മൈക്കെല്ലാം വെച്ചിട്ട് പോലും വീഡിയോ എടുക്കല് എനിക്കതൊന്നും അറിയില്ല. നമുക്കിങ്ങനെ വർത്തമാനം പറഞ്ഞാൽ മതി. നിങ്ങളാടില്ലേ ചീമുള്ളിൻ്റെ പൂ? ചീമുള്ളി എന്താ പറയല്? ചീമുള്ളി പണ്ട് നമ്മ അല്ല കൊണ്ടു എൻ്റെ പൂ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഊതും. പുഴു ഇല്ലാണ്ടാക്കാനല്ലോ ഊതുന്നത്. ഈ ഊതല് എത്ര പുഴു പോകുന്ന എനിക്കറിയില്ല. പണ്ട് സ്കൂൾ വിട്ടിട്ടെല്ലാം വരുമ്പോൾ ആണ് പരിപാടി. പിന്നെ അതിൻ്റെ കായ് എടുക്കും. നിങ്ങളിങ്ങനെ ആക്കില്ലേ? ഇതിൻ്റെ കായ് എടുത്തിട്ട് കാണിക്കാം. ഞാൻ എന്നെ ക്യാമറയും പിടിക്കണം, ഞാൻ ഇതും പറിക്കണം. ഇത് പക്ഷേ മൂത്തിറ്റ. ഇത് ആദ്യം കഴിക്കും, പിന്നെ വേണ്ടാവും. പിന്നെ ഇത് നല്ലോണം മൂത്തിരി വരുമ്പോണ്ട് അതിൻ്റെ ഉള്ളിൽ കറുപ്പുണ്ട്. അത് നല്ലോണം കഴിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിലത്തെ വെള്ള സാധനം നല്ല രസമുണ്ട്. ഇത് മരുന്ന് എൻ്റെ തിരിയെല്ലാം, ചീമുള്ളിൻ്റെ തിരിയെല്ലാം മരുന്ന് എന്നെല്ലാം പറയപ്പെടുന്നു. സത്യം പറയട്ടെ, ഞാൻ പോകുന്നിടത്ത് ആളില്ലാന്ന് തോന്നുന്നു എനിക്ക്. നോക്കാം. എൻ്റെ ഉഷമായി ഇവിടെ ഇല്ല. എന്നാൽ മാത്രമേ എനിക്ക് വൈകുന്നേരത്തെ ഇത് കിട്ടൂ. നമുക്കിനി ഇവിടെ ആരുമില്ലെങ്കിൽ അടുത്ത സ്ഥലം. നമുക്കുണ്ടോ സ്ഥലത്തിന് വന്യം? നമ്മളെ നാട്ടിലിങ്ങനെ അടുത്തടുത്തടുത്തടുത്ത് വീടില്ലതുകൊണ്ട് ഓരോ സ്ഥലത്തല്ലെങ്കിൽ മറ്റേ സ്ഥലത്തേക്ക് പായാം. എൻ്റെ അടുത്ത് ഞാൻ മലപ്പുറത്തേക്ക് പോകുമ്പോൾ ആദ്യം എല്ലാവരും പറഞ്ഞോണ്ട് എന്താ പറയുക, എൻ്റെ ഈ പാച്ചിൽ നിൽക്കുന്നതാണ്. നമ്മളിങ്ങനെ നാട്ടിൻ പുറത്താകുമ്പോൾ ആടെ ഈട് എന്നിട്ട് തോന്നുന്ന സമയത്ത് പോയി, തോന്നുന്ന സമയത്ത് ഒന്നും അങ്ങനെയല്ല. പക്ഷെ അതൊന്നും അവിടെ നടക്കില്ല എന്നുള്ളത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പുറം വീട്ടിലൊക്കെ പോയി ചിരിക്കുകയും ചെയ്യാം, വർത്താനം പറയുകയും ചെയ്യാം. കായിക പറഞ്ഞുവിടാന്നില്ല. ഇങ്ങനെ ഇവർ നോണ പറയുന്നില്ലേ, അപ്പുറത്തെ ഇപ്പുറത്തെയും കാര്യം പറയുന്നില്ല. അതൊന്നും പറഞ്ഞുവിടാം. സ്വന്തം കാര്യം നോക്കാൻ വരാം, അത്രമാത്രം. സ്വന്തം കാര്യം എന്ന് പറഞ്ഞാൽ പ്രശ്നത്തിൽ ഇടപെടേണ്ടതല്ല, വെറുതെ ഇങ്ങനെ കിരികിരിയാക്കല്ലേ, അതൊന്നും പറഞ്ഞുവിടാം. അപ്പുഞ്ഞിനെ കാത്തിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ചവലവാരി കേട്ടോ. ഇപ്പം എന്നെ കാണുമ്പോൾ പാറും. അതാ പോയി ഗിരിതാ. ഇപ്പം അവിടെ ചവല നോക്കാം. അവിടെ ചവല ഗിരിയാക്കുന്നുണ്ട് ആ കാട്ടിൻ്റെ ഉള്ളിൽ. അതാ, അതിനാണ് ഞങ്ങൾ ചവലവാരി അറിയൽ. വീട്ടിലേക്കുള്ള വഴി നട്ടു കാത്തിരുന്നിട്ടും ഇങ്ങനെ കാണില്ല. നീ ബ്ലറിലുണ്ട്. ഞങ്ങളൊന്ന് പോയിട്ട് വരും. ദിവ്യേച്ചിരി എല്ലാം വീട്. പണ്ട് ഇവിടെ ഇരുന്നിട്ട് വർത്താനം പറഞ്ഞ അത്ര രാത്രിയിലിടെ മൂത്തമ്മക്ക് സുഖമില്ലായിരിക്കുമ്പോൾ കിടക്കാൻ വന്നതെന്നറിയാം. നമുക്ക് അന്ന് നമുക്ക് ഈട മാത്രമേ മറ്റേ കരിയാമ്പിൻ്റെ അപ്പില ഉണ്ടായിട്ടു. കരിയാമ്പിൻ്റെ ചപ്പില മീൻസ് കറിവേപ്പില. അപ്പോൾ ഈട വന്നിട്ട് പറിക്കല് ഞങ്ങൾ. ഇപ്പം എല്ലായിടത്തും ആയിപ്പാ. പണ്ട് ഞങ്ങൾ അങ്ങനെ ചോദിക്കുന്നില്ല, മൂത്തമ്മേ ഒരു കരിയാമ്പിൻ്റെ അപ്പില അരിക്കട്ടാന്ന് ചോദിക്കും. എൻ്റെ കിലോനവിടെ എത്തി. ചായ വിത്ത് ഉണ്ണിയപ്പം. അങ്ങനെ വൈകുന്നേരത്തെ എൻ്റെ വിശേഷം കഴിഞ്ഞ് വൈകുന്നേരം എവിടെയെങ്കിലും പോയിട്ട് ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് കട്ടൻ ചായയും എന്തെങ്കിലും കടിയും തിന്നുന്നത് ശീലമായി.
ടാറ്റ.